സഞ്ജു സാംസൺ ഫോം ഔട്ട് അല്ല, അദ്ദേഹത്തിന് റൺസ് വരാത്താണ് എന്നൊന്നും ഞാൻ തള്ളുന്നില്ല. നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 23 ഇന്നിംഗ്സിൽ ഒരു 50 പോലും ഇല്ലാതെ പോയപ്പോഴും അദ്ദേഹത്തിന്റെ ബാറ്റ് ഒരു വർഷത്തോളം T20യിൽ ചലിക്കാതിരുന്നപ്പോഴും അദ്ദേഹം വന്നു പറഞ്ഞ കാര്യമാണിത്. ഗില്ലിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 25ഓളം ഇന്നിംഗ്സ് ഫെയിൽ ആയിട്ടാണ് ഗില്ല് T20യിൽ നിന്ന് പുറത്താകുന്നത്. പക്ഷെ സഞ്ജുവിന്റെ നിർഭാഗ്യം എന്ന് പറയാലോ, ഈ ഫോം ഔട്ട് സിറ്റുവേഷൻ വന്നത് T20 വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാണ്. അപ്പോൾ തന്നെ ഇഷാൻ കിഷൻ അദ്ദേഹത്തിന് കിട്ടിയ ചാൻസ് 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ T20I ടീമിൽ നിന്ന് സഞ്ജു വീണ്ടും പുറത്തായി. അതുകൊണ്ട് മാത്രം സഞ്ജു സാംസൺ ഫെയിൽ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 2013 സഞ്ജു സാംസൺ became the youngest player to ever score 50 in IPL. 2014 ഇന്ത്യക്ക് വേണ്ടി അണ്ടർ-19 വേൾഡ് കപ്പ് കളിച്ചു. അദ്ദേഹമായിരുന്നു ടോപ്പ് റൺ ഗെറ്റർ. ശ്രേയസ് അയ്യർ വരെയുള്ള ടീമാണ്. 2015 ഇന്ത്യക്ക് വേണ്ടി T20I ഡെബ്യൂ ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം എന്നൊക്കെ കളിച്ചിട്ടുണ്ടോ സ്വന്തം പുറകിൽ ഒരു ടാർഗറ്റ് വെച്ചാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മാത്രം റൂൾസ് എന്നും ഡിഫറന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കിട്ടിക്കൊണ്ടിരുന്നത് അവിടെയും ഇവിടെയും ഓരോ സീരീസിൽ ഓരോ മത്സരങ്ങൾ മാത്രമാണ്. ഒരു ക്യാപ്റ്റനും ഒരു കോച്ചും ഒരു സെലക്ടറും ഇന്നേ വരെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞിട്ടില്ല, നിനക്കൊരു 10 മത്സരം അടുപ്പിച്ച് കളിക്കാൻ കിട്ടും, നീ നിന്റെ പൊട്ടൻഷ്യൽ കാണിക്കുകയെന്ന്. 2024 രാഹുൽ ദ്രാവിഡ് കോച്ചായിട്ട് വന്നപ്പോൾ ഞാൻ കരുതി ഇത്തവണയെങ്കിലും സഞ്ജു സാംസണ് ബാക്കിംഗ് കിട്ടുമെന്ന്. 2024 T20 വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയോടൊപ്പം വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടും നമ്പർ 3 കളിക്കാൻ യോഗ്യൻ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ IPL റെക്കോർഡ് അത് ബാക്കും ചെയ്യുന്നുണ്ടായി. പക്ഷേ എന്താണ് ഇന്ത്യ ചെയ്തത്? ഋഷഭ് പന്തിനെ നമ്പർ 3 കളിപ്പിച്ചു. കാരണം അവർക്ക് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണമായിരുന്നു. ഇതാണ് അന്ന് സഞ്ജുവിനെ പുറത്തിരുത്താൻ പറഞ്ഞ കാരണം. ഇന്ന് ഇന്ത്യ T20 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ആദ്യത്തെ 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആർക്കും വേണ്ട. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരാം. ഗൗതം ഗംഭീറാണ് ആദ്യമായിട്ട് സഞ്ജു സാംസന്റെ തോളത്ത് കൈയിട്ട് പറഞ്ഞത് 22ഓളം മത്സരം നീ ഡക്കിൽ പോയാലും 23ാമത്തെ മത്സരവും നീ തന്നെ ഓപ്പൺ ചെയ്യുമെന്ന്. ഈ വിശ്വാസത്തിന് മറുപടിയായിട്ട് സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്ന് പിറന്നു 3 കിടിലൻ സെഞ്ചുറികൾ, അതും ഒരു കലണ്ടർ ഇയറിൽ. ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് BCCI പൊളിറ്റിക്സുമായി എത്തിയത്. അവർക്ക് ഗില്ലിനെ പോസ്റ്റർ ബോയ് ആക്കണം, അവർക്ക് T20 സൈഡിലേക്ക് ഗില്ലിനെയും കുത്തിക്കയറ്റണം. അപ്പൊ ആരെ ചവിട്ടും? വീണ്ടും സഞ്ജു സാംസനെ അവർ ചവിട്ടി. അവർ സഞ്ജു സാംസനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റി മിഡിൽ ഓർഡറിലേക്ക് ഇട്ടു. മിഡിൽ ഓർഡറിൽ ഒരു പെർഫോമൻസ് മോശമായപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ടീമിൽ നിന്നും പുറത്താക്കി. ഇനിയും സഞ്ജു സാംസൺ ഫെയിൽ ആയി എന്ന് പറയുന്നവരോട് എനിക്കൊരു ചെറിയ കഥ പറയാനുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഒരു ക്രിക്കറ്റർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് ചെന്ന് പറഞ്ഞു എനിക്കൊരു കിറ്റ് മേടിച്ചു തരണം, എന്നെ കോച്ചിങ്ങിന് വിടണമെന്ന്. അച്ഛൻ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് എന്നോട് തിരിച്ചു വന്ന് പറഞ്ഞു, ഇന്നേ വരെ കേരളത്തിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ച് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. എനിക്ക് കുറച്ചൊക്കെ വിഷമമായി. എന്നാലും ഞാൻ ആലോചിച്ചപ്പോഴും സംഭവം ശരിയാണ്. പക്ഷേ ഇന്ന് സഞ്ജു സാംസന്റെ കളി കാണാൻ വേണ്ടി അച്ഛൻ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് വിഷമമല്ല, എനിക്ക് സന്തോഷമാണ്. കാരണം കേരളത്തിലെ പുതിയ തലമുറയിൽ നിന്ന് ക്രിക്കറ്റ് മോഹിച്ചു വരുന്ന ഓരോ ആൾക്കാർക്കും ഇന്ന് ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് സഞ്ജു സാംസൺ. ഹി ഈസ് ദ ബ്ലൂ പ്രിന്റ് ആൻഡ് ഹി ഈസ് ദർ സൂപ്പർ ഹീറോ. അപ്പോ നിങ്ങളുടെ സൂപ്പർ ഹീറോ തോറ്റുപോയോ എന്നുള്ള ചോദ്യം. കേരളത്തിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു ഒറ്റ റീസൺ കൊണ്ട് മാത്രം എങ്ങൊന്നും ഒരു സപ്പോർട്ട് കിട്ടാഞ്ഞിട്ടും അദ്ദേഹം 2 T20 വേൾഡ് കപ്പ് സ്ക്വാഡിന്റെ ഭാഗമായി. IPL ഗ്രൈൻഡ് ചെയ്ത് ഒരു ടീമിനെ ക്യാപ്റ്റൻ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം അവരെ ഫൈനൽ കളിപ്പിച്ച് IPL ബിഗ്ഗസ്റ്റ് ഡീലിന്റെ ഭാഗമായി IPL വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസിയിലേക്ക് പോസ്റ്റർ ബോയ് ആയിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം എപ്പോഴേ ജയിച്ചു മക്കളെ.